റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് തങ്കച്ചൻ കുന്നംകരിക്കളം എഴുതിയ ക്രൈം ത്രില്ലർ നോവലായ ചാർ സൗ ബീസ്. കേൾക്കാം, ആസ്വദിക്കാം. കലാരൂപം പത്രത്തിന്റെ ജില്ലാ ലേഖകനാണ് പത്മൻ. പത്മലോചനൻ എന്നാണ് മുഴുവൻ പേര്. എല്ലാവരും പത്മൻ എന്ന് വിളിക്കും. അന്ന് പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനമുണ്ട്. യുവതിയായ ഒരു മജീഷയുടെ പത്രസമ്മേളനം. അവളുടെ പേര് മന്യ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പത്മന് രാവിലെ 2 ലാർജ് വേണം. അത് നിർബന്ധമാണ്. 2 ലാർജ് അകത്ത് ചെന്നില്ലെങ്കിൽ പത്മനെ പിന്നെ ഒന്നിനും കൊള്ളില്ല. കൈ വിറയ്ക്കും. മുഷിഞ്ഞ ജുബയും മുണ്ടും ധരിച്ച പത്മനെ എല്ലാവരും കാണാറുണ്ട്. ജുബയുടെ പോക്കറ്റിൽ എപ്പോഴും ഒരു പൈന്റും കാണും. ചീകി ഒതുക്കാത്ത മുടി. ആഴ്ചയിൽ ഒരിക്കൽ ആരെങ്കിലും നിർബന്ധിച്ചാൽ മാത്രം ഷേവിങ്. 35 വയസ്സേ ഉള്ളൂ പത്മന്. പത്മൻ ചെല്ലുമ്പോ മന്യയുടെ പത്രസമ്മേളനം ആരംഭിച്ചിരുന്നു. 20ഓ 21ഓ വയസ്സ് പ്രായമേ ഉണ്ടാവൂ ആ പെൺകുട്ടിക്ക്. കാഴ്ചയിൽ സുന്ദരി. തിളങ്ങുന്ന ഒരു തരം വസ്ത്രമാണ് അവൾ ധരിച്ചിരുന്നത്. അവളുടെ ചലനത്തിൽ പോലും ഒരു പ്രത്യേകതയുണ്ട്. പത്മൻ ഒരു കസേരയിലിരുന്നു. അയാൾ പെൺകുട്ടിയെ ഒന്ന് നോക്കിയതല്ലാതെ കാര്യമായി ഗൗനിച്ചില്ല. പെൺകുട്ടിക്കൊപ്പം പത്രക്കാരോട് സംസാരിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല. എങ്കിലും യാതൊരു സങ്കോചവും അവളുടെ മുഖത്തില്ല. അവൾ പറയുകയാണ്, ടൗൺ ഹാളിൽ ഞാനൊരു മാന്ത്രിക പ്രകടനം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നേ വരെ ഒരു മജിഷ്യനും അവതരിപ്പിച്ചിട്ടില്ലാത്ത പുതിയ ഇനങ്ങൾ. ഒരു മാന്ത്രിക പ്രദർശനത്തിന് ഇത്രയേറെ പ്രാധാന്യം എന്താണ്? പത്രസമ്മേളനം നടത്താൻ തക്ക എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഉണ്ട്. എന്താണ്? ഞാൻ ജീവൻ പണയം വെച്ച് ചില ഐറ്റങ്ങൾ അവിടെ അവതരിപ്പിക്കും. ഇന്നേ വരെ ഒരു മജിഷ്യനും അവതരിപ്പിക്കാത്ത നമ്പറുകൾ. അതൊന്ന് വിശദീകരിക്കാമോ? കാണാൻ പോകുന്ന പൂരം എന്തിനു പറഞ്ഞറിയിക്കണം? അവൾ ചിരിച്ചു. നല്ല ലഹരിയിലായ പത്മന് പത്രസമ്മേളനത്തിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. മനു പറഞ്ഞ എന്തൊക്കെയോ അലസമായി പാഡിലെ പേപ്പറിൽ കുറിച്ചു. മന്യയുടെ ഗുരു ആരാണ്? ഒരു പത്രക്കാരൻ ചോദിച്ചു. അതൊക്കെ നാളെ വെളിപ്പെടുത്തും. മന്യയുടെ നാട്? കോട്ടയം. കോട്ടയത്ത് എവിടെയാണ്? മണിപ്പുഴ. മണിപ്പുഴയിൽ എങ്ങനെ അറിയും? പ്രാവിഞ്ചര എന്ന വീട്ടുപേര്. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ. മന്യ പുഞ്ചിരിയോടെ തുടർന്നു. എന്റെ ഷോ കാണാൻ ഞാൻ എല്ലാ പ്രമുഖരായ ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥൻ മുതൽ സ്ഥലം MP വരെ. എന്റെ ഷോ ഉദ്ഘാടനം ചെയ്യുന്നത് തേവലക്കാട് കോവിലകത്തെ ഇളയവർമ്മ തമ്പുരാനായിരിക്കും. അദ്ദേഹത്തെയും മകളെയും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. തനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞ് മന്യ പത്രസമ്മേളനം അവസാനിപ്പിച്ചു. പിറ്റേന്ന് ടൗൺ ഹാൾ. വൈകിട്ട് 5 മണിയോടെയാണ് മാജിക് ഷോ ആരംഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. പത്മൻ ഒരു ഓട്ടോയിൽ ടൗൺ ഹാളിന്റെ മുന്നിൽ വന്നിറങ്ങി. പത്മന്റെ അവസ്ഥ പഴയത് തന്നെ. നല്ല പിമ്പിരി. പത്മൻ വേച്ചു വെച്ച് ഹാളിലേക്ക് കയറി. കാണികൾ ഹാളിൽ നിറഞ്ഞിട്ടുണ്ട്. സൗജന്യ പ്രദർശനമാണ്. മുൻനിരയിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം പലരുമുണ്ട്. അക്കൂട്ടത്തിൽ തേജസ്വിയായ ഒരു മുഖം പത്മൻ കണ്ടു. തേവലക്കാട് കോവിലകത്തെ ഇളയവർമ്മ തമ്പുരാൻ. സമീപം മകൾ കീർത്തന. ദേവനാരിയെ പോലെ മനോഹരിയാണ് കീർത്തന. ചോര തൊട്ടെടുക്കാവുന്ന പ്രസാദാത്മകമായ മുഖം. ശാലീനം. ചുണ്ടിൽ സദാ ഒരു പുഞ്ചിരിയുണ്ട്. കൃത്യം 5 മണി. വേദിയിൽ മന്യ പ്രത്യക്ഷപ്പെട്ടു. മജീഷ്യരുടെ പളപള മിന്നുന്ന വസ്ത്രമാണ് വേഷം. അവളുടെ സഹായി എന്ന് തോന്നുന്ന ഒരു പെൺകുട്ടി ഒപ്പമുണ്ട്. ഒരു മേശയിൽ നിറയെ മാന്ത്രിക ഉപകരണങ്ങൾ. അല്പമകത്ത് ഒരു വലിയ അലമാര. മാന്യ സദസ്സിനെ താട് വണങ്ങി. അവൾ മൈക്ക് കയ്യിലെടുത്തു. സംപൂജ്യരായ ഗുരുജനങ്ങളെ, ഞാനിവിടെ നിങ്ങളെ അമ്പരിപ്പിക്കുന്ന ചില മാജിക് കലാപ്രകടനങ്ങൾ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നന്ദി. പ്രത്യേകിച്ച് എന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ച് ഇവിടെ എത്തിച്ചേർന്ന തേവലക്കാട് കോവിലകത്തെ ഇളയവർമ്മ തമ്പുരാനും അദ്ദേഹത്തിന്റെ പുത്രി കീർത്തനകുമാരിക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തമ്പുരാനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ക്ഷണിക്കുകയാണ്. തമ്പുരാൻ എഴുന്നേറ്റു. അദ്ദേഹം സദസ്സിനെ വണങ്ങി. സദസ്സ് കൈയടിച്ചു. തമ്പുരാൻ വേദിയിലേക്ക് കയറി. മന്യ തമ്പുരാന്റെ കയ്യിൽ ആദരവോടെ മൈക്ക് കൊടുത്തു. തമ്പുരാൻ പ്രസാദം നിറഞ്ഞ മുഖത്തോടെ മന്യയെപ്പറ്റി ചില നല്ല വാക്കുകൾ പറഞ്ഞു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത്
ഇങ്ങനെയാണ്. മന്യയെ എനിക്ക് മുൻ പരിചയമില്ല. ഈ കുട്ടിയുടെ മാജിക് ഷോ ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്നോട് വന്ന് ആവശ്യപ്പെട്ടപ്പോ ഞാൻ സമ്മതിക്കുകയായിരുന്നു. കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് ഇഷ്ടമാണ്. ഈ കുട്ടിയുടെ മാജിക് ഷോ ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ചെറിയതായിരുന്നു തമ്പുരാന്റെ പ്രസംഗം. കാണികൾ കൈയടിച്ചു. തമ്പുരാൻ വേദിയിൽ നിന്ന് സദസ്സിലേക്ക് ഇറങ്ങി. മന്യ തന്റെ പ്രകടനങ്ങൾ ആരംഭിച്ചു. ആദ്യം ചെറിയ ചെറിയ കുറെ ഇനങ്ങൾ. കാണികൾക്ക് അതൊക്കെ രസിച്ചു. മന്യയുടെ വാചാലത ഏവരെയും ആകർഷിക്കുന്നതായിരുന്നു. മന്യയുടെ കൂടെയുള്ള പെൺകുട്ടി അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. പത്മൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ലഹരിയിൽ മത്തുപിടിച്ചിരുന്നു. മന്യ അടുത്ത ഐറ്റത്തിലേക്ക് കടന്നു. അവൾ മൈക്കിലൂടെ പറഞ്ഞു, ആരെങ്കിലും വേദിയിലേക്ക് കയറി വരണം. സദസ്സിൽ നിന്ന് ആരും എഴുന്നേറ്റില്ല. മന്യ തന്നെ ഒരു പയ്യനെ ചൂണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചു. 16-17 വയസ്സുള്ള ഒരു പയ്യൻ. അവൻ അറച്ചറച്ച് വേദിയിലേക്ക് കയറി വന്നു. മോന്റെ പേരെന്താ? മന്യ ചോദിച്ചു. ഡിറ്റി, അവൻ പറഞ്ഞു. നല്ല പേര്. മന്യ അവന്റെ ചുമലിലൊന്ന് തട്ടിയിട്ട് അവന്റെ പോക്കറ്റിൽ കയറ്റു. അവന്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് ലൈറ്റർ മന്യ പുറത്തെടുത്തു. അമ്പട വീരാ, നീ പുക വലിക്കുമോ? ഇല്ല, പിന്നെ എന്തിനാ ഈ ലൈറ്റർ? ചുമ്മാ. ശരി. മന്യ സദസ്സിന് നേരെ തിരിഞ്ഞു. ഈ ലൈറ്റർ എല്ലാവരും കണ്ടല്ലോ? കാണികൾ ഒരു സ്വരമുണ്ടാക്കി. മന്യ തന്നെ സഹായിക്കുന്ന പെൺകുട്ടിയെ അലമാരയിൽ കയറ്റി നിർത്തി. അലമാര അവൾ അടച്ചു. എന്നിട്ട് മന്യ സദസ്സിലേക്ക് ഇറങ്ങി. സിഗരറ്റ് ലൈറ്റർ ഉയർത്തി കാണിച്ചു. ഈ സിഗരറ്റ് ലൈറ്റർ എന്റെ കയ്യിൽ തന്നെയാണ്. ഇതെല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോണം. കാണികൾ ലൈറ്ററിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. സദസ്സിന്റെ ഏറ്റവും പിന്നിലെത്തി മന്യ. ഞാൻ ഈ സിഗരറ്റ് ലൈറ്റർ തിന്നാൻ പോവുകയാണ്. മന്യ സിഗരറ്റ് ലൈറ്റർ വായിലാക്കി വിഴുങ്ങി. കാണികൾ അവളെ ശ്രദ്ധിച്ചു നിൽക്കുകയാണ്. സദസ്സിന്റെ പിന്നിൽ നിന്നുകൊണ്ട് മന്യ വിളിച്ചു, ഇനി ആ അലമാറ ഒന്ന് തുറന്നു നോക്കണം. ഡിറ്റി അലമാറ തുറന്നു. അലമാറയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പെൺകുട്ടിയുടെ കയ്യിൽ സിഗരറ്റ് ലൈറ്റർ. മന്യ വേദിയിലേക്ക് വന്നു. ആ സിഗരറ്റ് ലൈറ്റർ ഡിറ്റിയെ കാണിച്ചുകൊണ്ട് മന്യ ചോദിച്ചു, ഇതാണോ ഡിറ്റിയുടെ ലൈറ്റർ? അതെ. ഷുവർ? ഷുവർ. താങ്ക് യു. മന്യ ഡിറ്റിയെ സദസ്സിലേക്ക് പറഞ്ഞയച്ചു. മന്യ മൈക്ക് കയ്യിലെടുത്തു. ഇത് വില കുറഞ്ഞ ചെറിയൊരു വസ്തു. ലൈറ്ററിന്റെ കാര്യത്തിൽ ഞാൻ ഇരട്ടിപ്പ് കാണിച്ചെന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വിലയുള്ള ഏതെങ്കിലും വസ്തുവിൽ നമുക്കിതൊന്ന് പരീക്ഷിച്ചാലോ? വേണം, കാണികൾ ആർത്തു വിളിച്ചു. മാലയോ മോതിരമോ ഉള്ള ആരെങ്കിലും ഈ വേദിയിലേക്ക് കയറി വന്നാലും. ആരും ചെന്നില്ല. ഒരു നിമിഷത്തിന് ശേഷം മന്യ ചിരിച്ചുകൊണ്ട് സദസ്സിലേക്ക് ഇറങ്ങി. നമുക്ക് വിശ്വസിക്കാവുന്ന ഒരാളെ തന്നെ അവതരിപ്പിക്കാം. അവൾ കീർത്തനയുടെ കയ്യിൽ പിടിച്ചു. കുമാരി വരൂ. കീർത്തന അമ്പരന്നു. അവൾ അച്ഛനെ നോക്കി. പൊയ്ക്കോളാൻ ഇളയവർമ്മ തമ്പുരാൻ ആംഗ്യം കാട്ടി. കീർത്തന എഴുന്നേറ്റു. അവൾ മന്യയുടെ കൂടെ വേദിയിൽ കയറി. കീർത്തനയ്ക്ക് നാണമാണ്. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിന്നു. മന്യ കീർത്തനയുടെ കയ്യിലെ മോതിരം നോക്കി. വില കൂടിയ രത്നം പതിച്ച മോതിരം. ഇത് കീർത്തനയുടെ സ്വന്തം മോതിരമാണോ? അതെ. തേവലക്കാട് കോവിലകത്തിന്റെ അപൂർവ ശേഖരങ്ങളിൽ ഒന്ന്. ഉവ്. ഇത് കൊള്ളാമല്ലോ. താങ്ക്സ്. ഇതിനെന്ത് വില വരും? കീർത്തന പറയാൻ മടിച്ചു. മനു നിർബന്ധിച്ചു. പറയൂ. 14-15 ലക്ഷം. ഔ! മന്യ ഒരു അത്ഭുത സ്വരം പുറപ്പെടുവിച്ചു. എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും വിശിഷ്ടമായ ഒരു മോതിരം തിന്നാൻ കഴിയുന്നത്. ഞാൻ ഭാഗ്യവതിയാണ്. കീർത്തന ചിരിച്ചു. മന്യ സഹായിയായ പെൺകുട്ടിയെ അലമാറയിൽ കയറ്റി. അലമാറ അടച്ചു. പത്മന് ഇതൊക്കെ അരോചകമായി തോന്നി. ഇതിനേക്കാൾ നല്ലത് ബാറിൽ പോയി രണ്ടെണ്ണം വീശുന്നതാണെന്ന് അയാൾ വിചാരിച്ചു. ഒരു മറ കിട്ടിയാൽ വീശാൻ വേണ്ട സാധനം പാന്റിന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ഒരു പൈന്റ്. യൂറിൻ ഷെഡ് അതിന് പറ്റിയ സ്ഥലം തന്നെ. പത്മൻ എഴുന്നേറ്റ് അവിടേക്ക് നടന്നു. ഈ സമയം മോതിരവുമായി മന്യ സദസ്സിലേക്ക് ഇറങ്ങിയിരുന്നു. അവൾ ഇളയവമ്മ തമ്പുരാനെയാണ് ആദ്യം സമീപിച്ചത്. ഇത് കീർത്തനകുമാരിയുടെ സ്വന്തം മോതിരം തന്നെയല്ലേ? അതെ. സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. തമ്പുരാൻ ചിരിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ നരസിംഹൻ അവിടെ ഉണ്ടായിരുന്നു. അവൾ നരസിംഹനെ സമീപിച്ചു. സാറ് കണ്ടല്ലോ? ഉവ്. അവൾ ADM ശക്തിയെ സമീപിച്ചു. ശക്തി സാർ കണ്ടല്ലോ? ശക്തി മൂളി. അവൾ സദസ്സിന്റെ പിന്നിലേക്ക് നടന്നു. ഞാൻ ഇത് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും അലമാരയിലേക്ക് നോക്കിക്കോളൂ.
ആ പെൺകുട്ടി എന്തെങ്കിലും കൗശലം കാണിക്കുന്നുണ്ടോ എന്ന് അല്പം കഴിയുമ്പോ അലമാറ തുറന്ന് നോക്കിക്കൊള്ളുക. സദസ് അലമാരയിലേക്ക് തിരിഞ്ഞു. കുറെ നിമിഷങ്ങൾ പിന്നിൽ നിന്ന് മന്യയുടെ സ്വരം കേൾക്കാതായപ്പോൾ ആൾക്കാർ തിരിഞ്ഞു നോക്കി. മന്യയെ കാണാനില്ല. ഈ സമയം മൂത്രപ്പുരയിൽ കയറി പൈന്റ് കുപ്പി തുറന്ന് വായിലേക്ക് ഒഴുക്കിയായിരുന്നു പത്മൻ. ഹാളിലെ അനൗൺസ്മെന്റ് അയാൾക്ക് കേൾക്കാമായിരുന്നു. കുപ്പി പാതിയാക്കിയിട്ട് പത്മൻ കീശയിൽ തള്ളി. എന്നിട്ട് ചീറി തുടച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി. ആ നിമിഷം പത്മന്റെ ശരീരത്തിൽ വന്ന് മഞ്ഞ ഇടിച്ചു നിന്നു. അവൾ മൂത്രപ്പുരയുടെ അരികിലൂടെ ഓടി വരികയായിരുന്നു. സോറി, മഞ്ഞ ചിലമ്പി. ധൃതിയും പരവേശവും അവളുടെ മുഖത്ത് പത്മൻ കണ്ടു. എന്താ? ഒന്നുമില്ല. എവിടേക്കാ ധൃതിയില്? അത് ഞാൻ. പത്മൻ ഒന്ന് ചിരിച്ചു. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. മിടുക്കിയാ. ഞാനായിട്ട് നിന്നെ തടയുന്നില്ല. പൊയ്ക്കോ. മഞ്ഞയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ പത്മനെ തുറച്ചു നോക്കി. പൊയ്ക്കോ വേഗം. ചാർ സൗ ബീസ്. ചാർ സൗ ബീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ കള്ളത്തരത്തിന്റെയും കൗശലത്തിന്റെയും നമ്പറാണ്. 420. നിനക്ക് ഞാൻ തന്നിരിക്കുന്ന പേരാ 420. പത്മൻ ലഹരിയിൽ ചിരിച്ചു. മഞ്ഞ ഓടി. അവൾ യൂറിനലിന്റെ സമീപം വെച്ചിരുന്ന സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്ത് വേഗത്തിൽ ഓടിച്ചുപോയി. അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പത്മൻ ഹാളിലേക്ക് ചെന്നു. അവിടെ സർവത്ര ബഹളമാണ്. വേദിയിലെ അലമാര നോക്കിയപ്പോ അതിൽ മഞ്ഞയുടെ സഹായിയായ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. അവൾ പിന്നിലെ രഹസ്യവാതിലൂടെ രക്ഷപ്പെട്ടിരിക്കുന്നു. കീർത്തനിൽ നിന്ന് കരയുന്നു. ഇളയവർമ്മ തമ്പുരാൻ ആദി പെരുത്ത് നിൽക്കുകയാണ്. CI നരസിംഹൻ ഹാളിലെ പോലീസുകാരെ വിളിച്ചു വരുത്തി. വേഗം അന്വേഷിക്ക്. ഒരു കാരണവശാലും അവൾ രക്ഷപ്പെടാൻ ഇടയാകരുത്. പോലീസുകാർ പരക്കം പാഞ്ഞു. ADM ശക്തി ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു. പത്രക്കാർ വിശേഷം അറിയാൻ കീർത്തനയ്ക്ക് സമീപമെത്തി. പത്മൻ അതൊക്കെ കൗതുകത്തോടെ നോക്കി നിന്നതേയുള്ളൂ. പത്മന്റെ പരിചയക്കാരനായ ഒരു റിപ്പോർട്ടർ പതുക്കെ പറഞ്ഞു, അവൾ ഇത്ര പെരുങ്കള്ളിയാണെന്ന് ആര് വിചാരിച്ചു? അത് വിചാരിക്കണമായിരുന്നു. പത്മൻ ചിലമ്പി. 15 ലക്ഷത്തിന്റെ മുതലാ പോയത്. പോകട്ടെ, ഭയങ്കരമായി പോയി. അതിന് നമുക്കെന്താ? അവൾ ആരായിരിക്കും? ചാർ സൗബീസ്. പത്മൻ വെറുതെ ചിരിച്ചു. ആ റിപ്പോർട്ടർക്ക് ഒന്നും മനസ്സിലായില്ല. അയാൾ പത്മനെ നോക്കി. പത്മൻ വെറുതെ കണ്ണിറുക്കി ചിരിച്ചു. SP ഓഫീസ്. ചെയറിന് പിന്നിലൂടെ ഉലാത്തുകയാണ് SP സത്യൻ. CI നരസിംഹൻ അദ്ദേഹത്തിൽ മിഴികൾ നട്ടുനിന്നു. ഒരു വേള സത്യൻ ഉലാത്തൽ നിർത്തി നരസിംഹനെ നോക്കി. അവളുടെ യഥാർത്ഥ പേര് മഞ്ഞ എന്ന് തന്നെയാണോ? അത് എന്തെങ്കിലും ഒന്ന് നാവെടുത്ത് പറയടോ. സത്യൻ ചൂടായി. എന്ത് ചോദിച്ചാലും മൂങ്ങലും ഞരങ്ങലും. ഒരുത്തി കൺമുമ്പിന്ന് അടിച്ചോണ്ട് പോയത് 15 ലക്ഷത്തിന്റെ മുതലാ. എന്നിട്ട് മിഴുക്കസ്യാന്ന് പറഞ്ഞു നിൽക്കുന്നു. നരസിംഹൻ മുഖം കുലിച്ചു. സത്യൻ അമർഷത്തോടെ തുടർന്നു. മണിപ്പുഴയിൽ അന്വേഷിച്ചപ്പോ അവൾ പറഞ്ഞ വിലാസത്തിൽ അങ്ങനെ ഒരു വീടുമില്ല, ആളുമില്ല. തന്നെയൊക്കെ നോക്കുകുത്തിയാക്കി നിർത്തിയിട്ട് അവൾ സുന്ദരമായി വേലയൊപ്പിച്ചു. അവൾ തട്ടിപ്പുകാരിയാണെന്ന് മനസ്സിലാക്കിയില്ല. തനിക്കൊന്നും മനസ്സിലാകില്ല. സത്യൻ ചെറികൊട്ടി. തേവലക്കാട് കോവിലകത്തിന്റെ അമൂല്യമായ പാരമ്പര്യ സ്വത്താണ് ആ രത്നമോതിരം. അതിന്റെ വിലയേക്കാൾ പ്രാധാന്യം അതിന്റെ പാരമ്പര്യമാ. എന്ത് വില കൊടുത്തും അത് തിരിച്ചെടുക്കണം. മാത്രമല്ല, തേവലക്കാട് ഇളയവർമ്മ മിനിസ്ട്രിയിൽ പിടിപാടുള്ള മനുഷ്യനാണ്. തിരുവനന്തപുരത്തുനിന്ന് ഇനി അടിക്കടി അന്വേഷണം വന്നുകൊണ്ടിരിക്കും. അന്വേഷിക്കാം സർ. അന്വേഷിക്കാമെന്ന് പറഞ്ഞ പോരാ, അവളെ പിടികൂടണം. ആ രത്നമോതിരം വിദേശത്തേക്ക് കടത്താൻ അവൾ ശ്രമിക്കും. അതിനു മുമ്പേ അവളെ പിടികൂടിയിരിക്കണം സർ. ശരി, പൊയ്ക്കോ. നരസിംഹൻ SP-യുടെ മുറിയിൽ പുറത്തിറങ്ങി. അയാൾ വരാന്തയിലൂടെ നടക്കവേ പോക്കറ്റിൽ സെൽഫോൺ ചിലച്ചു. അയാൾ സെൽ എടുത്തു നോക്കിയപ്പോൾ അപരിചിതമായ ഒരു നമ്പർ, ലോക്കൽ നമ്പറാണ്. നരസിംഹൻ സെൽ അറ്റൻഡ് ചെയ്തു. ഹലോ. ഹലോ ഏമാൻ. ഒരു പെണ്ണിന്റെ സ്വരം. ആരാ? മന്യ. മന്യ? എന്താ സിംഹത്തിന്റെ മുഖത്ത് ഒരു അമ്പരപ്പ്? അവൾ ചിരിച്ചു. ആ രത്നമോതിരം അടിച്ചു മാറ്റാൻ നരസിംഹത്തിന്റെ കാവൽ തന്നതിന് നന്ദി. നരസിംഹൻ പല്ല് ഇരിച്ചു. അവൾ ചിരിച്ചു. വെറുതെ എന്തിനാ പല്ല് ഞെർമ്മി പൊടിയാക്കുന്നത്? ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇട്ടുകള സാറേ. മര്യാദയ്ക്ക് ആ രത്നമോതിരം തിരിച്ചു തന്ന് സറണ്ടർ ആയിക്കോ. നിനക്ക് അതാണ് നല്ലത്. ഇല്ലെങ്കിൽ നീ അനുഭവിക്കും. ഒന്ന് പോ സാറേ. നീ കളിക്കുകയാണോ? അല്ല, കളിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. നിന്റെ ശരിയായ പേരെന്താടി?
ഞാൻ പേരില്ലാത്തവൾ. കോട്ടയത്തെ മോണിപ്പുഴയിലെ കോപ്പിലാ നിന്റെ വീടെന്ന് കള്ളം പറയുകയായിരുന്നു അല്ലേ? പിന്നല്ലാതെ ഞാൻ എന്റെ ശരിക്കുമുള്ള ഐഡന്റിറ്റി തരണമായിരുന്നു. നിന്നെ ഞാൻ പൊക്കുമടി. വേണം, എനിക്കിഷ്ട. യു ആർ വെരി ഹാൻസം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചിരിയോടെ അവൾ തുടർന്നു. ഞാൻ ഇപ്പൊ വിളിക്കുന്നത് ഒരു ടെലിഫോൺ ബൂത്തിൽ നിന്നാണ്. വെറുതെ ഈ നമ്പർ ട്രേസ് ചെയ്ത് മെനക്കെടണ്ട. ഫോൺ ഡിസ്കണക്ട് ആയി. നരസിംഹൻ ആ നമ്പറിൽ തിരികെ വിളിച്ചു. ഹലോ, യെസ്. മറുതലക്കിൽ ഒരു ചെറുപ്പക്കാരന്റെ സ്വരം. ഞാൻ CI നരസിംഹൻ. എന്താ സാർ? ചെറുപ്പക്കാരന് ഭവ്യത. ഇത് ടെലിഫോൺ ബൂത്ത് ആണോ? അതെ. ഇപ്പോ അവിടെ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു. അവളെവിടെ? വെളിയിൽ പോയല്ലോ. വേഗം ചെന്ന് നോക്കണോ, അവൾ എവിടേക്കാ പോയതെന്ന്. പെട്ടെന്ന് വേണം. ശരി സർ. റിസീവർ മേശപ്പുറത്ത് വെക്കുന്ന സ്വരം കേട്ടു. നരസിംഹൻ ഹോൾഡ് ചെയ്തു. അല്പനിമിഷങ്ങൾക്ക് ശേഷം ചെറുപ്പക്കാരന്റെ സ്വരം കാതിൽ മുഴങ്ങി. ഹലോ, പറയടോ. അവൾ ഒരു സ്കൂട്ടറിൽ കയറി ഓടിച്ചു പോയി സർ. സ്കൂട്ടറിന്റെ നമ്പർ നോക്കിയോ? ഇല്ല സർ. ഇഡിയറ്റ്. നരസിംഹൻ കോപിച്ചു. സ്കൂട്ടറിന്റെ നിറം എന്താ? കോഫി കളർ. തന്റെ ബൂത്ത് എവിടെയാണ്? സീതാസ് തിയേറ്ററിന്റെ വലതുവശത്ത്. ശരി. നരസിംഹൻ സെൽ ഓഫ് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ടെലിഫോൺ ബൂത്തിന്റെ മുന്നിൽ നരസിംഹന്റെ ജീപ്പ് വന്നു നിന്നു. നരസിംഹൻ ബൂത്തിലേക്ക് കയറി. അദ്ദേഹത്തെ കണ്ട് ചെറുപ്പക്കാരൻ ആദരവോടെ എണീറ്റു. നരസിംഹൻ ചോദിച്ചു, എന്താടാ തന്റെ പേര്? ബാബു. ആ ഫോൺ ചെയ്ത പെൺകുട്ടിയെ തനിക്കറിയാമോ? ഇല്ല. അവളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്തായിരുന്നു അവളുടെ വേഷം? ഇളം ചുവപ്പ് ചുരിദാർ, കഴുത്തിൽ വെള്ളഷാൾ ചുറ്റിയിട്ടുണ്ട്, മുഖത്ത് പ്ലെയിൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അവൾ സ്കൂട്ടറിൽ ഏത് ഭാഗത്തേക്കാ പോയത്? ഇതാ ആ വഴിയെ. ബീച്ച് റോഡാണ് അവൻ ചൂണ്ടിക്കാട്ടിയത്. ഇനി അവൾ ഇവിടെ വന്നാ അവൾ പോകുന്നതിന് മുമ്പ് എന്റെ ഈ നമ്പറിൽ രഹസ്യമായി വിളിക്കണം. വിളിക്കാം സർ. നരസിംഹൻ തന്റെ സെൽ നമ്പർ ഭിത്തിയിലെ കലണ്ടറിൽ വലുതായി എഴുതി. അവൾ എന്തിനാ സാർ അന്വേഷിക്കുന്നത്? ഒരു കല്യാണാലോചനയ്ക്ക്. ബാബു ചൂളി. നരസിംഹം ജീപ്പിന് സമീപത്തേക്ക് നടന്നുകൊണ്ട് ബീച്ചിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരുന്ന പെട്രോളിംഗ് വണ്ടിയിലേക്ക് വിളിച്ചു. SI ഗോപിയും സംഘവുമാണ് പെട്രോളിംഗ് ജീപ്പിൽ. ഗോപി, നരസിംഹൻ പറഞ്ഞു. കോഫി കളറുള്ള ഒരു സ്കൂട്ടർ ബീച്ച് ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്ക്. ഒരു പെൺകുട്ടിയാണ് ഓടിക്കുന്നത്. ഇളം ചുവപ്പ് ചുരിദാർ, കഴുത്തിൽ വെള്ള ഷാൾ, മുഖത്ത് പ്ലെയിൻ ഗ്ലാസ്. ശരി സർ. പെട്ടെന്ന് വേണം സർ. അവളെ കണ്ടു കിട്ടിയ എന്റെ സെൽ നമ്പറിൽ വിളിക്കണം. ഉവ്വ്. നരസിംഹൻ സെൽ ഓഫ് ചെയ്ത് ജീപ്പിൽ കയറി. ഡ്രൈവർ ചോദിച്ചു, എവിടെ പോകണം സർ? വെയിറ്റ്. ജീപ്പ് അവിടെ കാത്തു കിടന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ SI ഗോപിയുടെ വിളി വന്നു. അവളെ കിട്ടി സർ. ഗുഡ്. നരസിംഹന്റെ മുഖം തിളങ്ങി. എവിടെയാണ്? സീ ബ്രിഡ്ജിന് കിഴക്ക് വശത്ത്. ഞാൻ വരുന്നു. നരസിംഹൻ ഡ്രൈവറെ നോക്കി. ജീപ്പ് ബീച്ചിലേക്ക് കുതിച്ചു. വളരെ ദൂരെ വെച്ച് നരസിംഹൻ കണ്ടു. കടൽപ്പാലത്തിന്റെ കിഴക്ക് വശത്ത് പെട്രോളിംഗ് ജീപ്പിന് സമീപം കാപ്പിപ്പൊടി നിറമുള്ള ഒരു സ്കൂട്ടർ. സ്കൂട്ടറിൽ ചുവന്ന ചുരിദാർ ധരിച്ച ഒരു പെൺകുട്ടി. അവളുടെ കഴുത്തിൽ വെള്ള ഷാൾ. പോലീസുകാരോട് തർക്കിക്കുകയാണ് അവൾ. ജീപ്പ് അവിടെ ചെന്ന് നിന്നു. നരസിംഹൻ വെളിയിൽ ഇറങ്ങി. ആ പെൺകുട്ടി മഞ്ഞയല്ലായിരുന്നു. ഛേ! നരസിംഹൻ ചിറി കൊട്ടി. ഇവിടെയാണോ സാർ അന്വേഷിച്ചത്? ഗോപി ആരാഞ്ഞു. വിടടാ അവളെ, മനുഷ്യനെ മെനക്കെടുത്താൻ. ഗോപി ചമ്മി. പെൺകുട്ടി കത്തി കയറുകയായിരുന്നു. അങ്ങനെ വെറുതെ പോകുന്നില്ല ഞാൻ. എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചതെന്ന് എനിക്ക് അറിയണം. അതിപ്പോ പറയാൻ ബുദ്ധിമുട്ടാ. പോകാൻ നോക്കു വെച്ചേ, നരസിംഹൻ പറഞ്ഞു. അത് പറ്റില്ലല്ലോ, പെൺകുട്ടി ചൊടിച്ചു. ഞാൻ പപ്പയെ വിളിക്കാൻ പോവുകയാ. പപ്പ ചോദിക്കുമ്പോ നിങ്ങൾക്ക് പറയാതിരിക്കാനാവില്ല. അവൾ ബാഗിൽ നിന്ന് സെൽ കയ്യിലെടുത്തു. നരസിംഹൻ ചോദിച്ചു, നിന്റെ തന്തയാരാ? മുത്തുപട്ടരോ? മുത്തുപട്ടരല്ല, KP ഗോപാലകൃഷ്ണൻ. പെൺകുട്ടി സെല്ലിൽ നമ്പർ കുത്തി. അയാൾക്കെന്താ കൊമ്പുണ്ടോ? കൊമ്പില്ല, കൊള്ളാവുന്ന ഒരു കസേരയുണ്ട്. അത്ര വില കൂടിയ കസേരയോ? അതെ, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. കളക്ടറുടെ കസേര. ഡിസ്ട്രിക്ട് കളക്ടർ KP ഗോപാലകൃഷ്ണൻ. മൈ ഗോഡ്. നരസിംഹൻ ഒറ്റ കുതിപ്പിന് അവളുടെ കയ്യിൽ നിന്ന് സെൽ കരസ്ഥമാക്കി. എന്റെ പൊന്നുമോളെ ചതിക്കരുത്. രാവിലെ SP തെറി മതിയാവോളം കേട്ടതാ, ഇനി വയ്യ. നരസിംഹൻ സെൽ ഓഫ് ചെയ്ത് അവളുടെ കയ്യിൽ കൊടുത്തു. നരസിംഹന്റെ ഭാവം കണ്ട് അവൾ ചിരിച്ചുപോയി. അവൾ സെൽ ബാഗിൽ വെച്ചു. നരസിംഹൻ ചോദിച്ചു,
എന്താ മോളുടെ പേര്? ശില്പ ഗോപാലകൃഷ്ണൻ. ചെറിയൊരു കൺഫ്യൂഷൻ വരുത്തിയ കുഴപ്പമാ ശില്പ മോളെ, പ്രശ്നമുണ്ടാക്കരുത്, പോയിക്കോ. ഉം അമർത്തി ഒന്നും മൊളിയിട്ട് ശില്പ സ്കൂട്ടർ ഓടിച്ചു പോയി. നരസിംഹൻ ഗോപിയെ രൂക്ഷമായി നോക്കി. മതിയായോടോ? ഗോപി വിളറി നിന്നു. ആസനത്തിലെ മഞ്ഞളിപ്പ് മാറാത്ത കൊച്ചു പെമ്പിള്ളേരുടെ വരെ കാലു പിടിക്കേണ്ട ഗതികേട്. അത് ഈ ജോലിയുടെ ഭാഗമാണ് സർ. ഓടോ താൻ. ഗോപിയുടെ നേരെ ചൂടായിട്ട് നരസിംഹൻ ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് കുതിച്ചു. അപ്പോഴാ നരസിംഹന്റെ സെൽ ചിലച്ചു. അപരിചിതമായ നമ്പർ. അയാൾ സെൽ അറ്റൻഡ് ചെയ്തു. ഹലോ. മറുതലയ്ക്കൽ ഒരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി. നരസിംഹന് ആളെ മനസ്സിലായി. അവൾ തന്നെ, മന്യ. അണപ്പല്ലി ഞെരിച്ചുകൊണ്ട് നരസിംഹൻ ചോദിച്ചു, എന്താടി? എന്നെ അപ്പൊ ഏമാനും മനസ്സിലായി. നിന്നെ ഞാൻ വിടില്ലടി. എന്തിനാ സാറ് വെറുതെ നാണം കെടാൻ പോകുന്നത്? ചിരിക്കിടിയിലൂടെ അവൾ സംസാരിച്ചു. കലക്ടറുടെ മകളെ വഴിയിൽ തടഞ്ഞു നിർത്തി അപമാനിച്ചതിന്റെ പേരിൽ ആ പെണ്ണിന്റെ കാല് നക്കേണ്ടി വന്നില്ലേ ഏമാന്? മോശം. നരസിംഹൻ തിമിട്ടി. അതിന്റെയൊക്കെ പലിശ തീർത്ത് നിനക്ക് ഞാൻ തരുമടി. എങ്കിൽ മിടുക്കനാണെന്ന് പറയാം. നിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഗുഡ്. അവൾ തുടർന്നു. ഈ നമ്പർ ട്രേസ് ചെയ്ത് ഇനി അടുത്ത ഗുലുമാലിൽ ചെന്ന് ചാടേണ്ട. ഇത് ഒരു ടെലിഫോൺ ബൂത്തിന്റെ ആണ്. അവളുടെ ശബ്ദം നിലച്ചു. നരസിംഹൻ സെൽ പോക്കറ്റിലിട്ടു. കളക്ടർ മകളുമായി ഉണ്ടായ പ്രശ്നം അവൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോ തീർച്ചയായും അവൾ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. ഈ നഗരത്തിൽ തന്നെ, തന്റെ മൂക്കിന് താഴെ. നരസിംഹൻ അമർഷത്തോടെ അണപ്പല്ലി ഞെറുമി. 2 ദിവസങ്ങൾക്ക് ശേഷം ടൗണിൽ ഒരു വാടക വീടെടുത്താണ് നരസിംഹൻ താമസിക്കുന്നത്. അവിവാഹിതനായ നരസിംഹന്റെ കൂടെ ഇളയ പെങ്ങളും അമ്മയുമുണ്ട്. അന്ന് രാവിലെ 11 മണിയോടെ വനിതാ കോൺസ്റ്റബിൾ ഏലിയാമ്മയെ തന്റെ മുറിയിലേക്ക് വിളിപ്പിച്ച് നരസിംഹൻ 1000 രൂപ ഏൽപ്പിച്ചു. ഏലിയാമ്മ ഒരു കാര്യം ചെയ്യണം. മീരയ്ക്ക് ഒരു ചുരിദാർ വാങ്ങണം. എനിക്ക് ഈ പെണ്ണുങ്ങളുടെ രീതിയും ഫാഷനും ഒന്നും അറിയില്ല. അതിനെന്താ സർ? ഏലിയാമ്മ സമ്മതിച്ചു. ചുരിദാർ മീരയെ ഏൽപ്പിച്ച് ഇഷ്ടപ്പെട്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം വരാൻ. ശരി സർ. നരസിംഹന്റെ പെങ്ങളാണ് മീര. ഏലിയാമ്മ നഗരത്തിലെ ഒരു പരിചയമുള്ള കടയിൽ കയറി ചുരിദാർ തിരഞ്ഞ് സെയിൽസ്മാനോടായി ഏലിയാമ്മ പറയുകയും ചെയ്തു. CI സാറിന്റെ പെങ്ങൾക്ക് വേണ്ടിയാ ഞാൻ എടുക്കുന്നത്. അതിന് ഇഷ്ടപ്പെടുമോ ആവോ? ഏലിയാമ്മയുടെ സംസാരം കേട്ടതും ചുരിദാർ സെക്ഷനിൽ നിൽക്കുകയായിരുന്ന ഒരു പെൺകുട്ടി വെട്ടിത്തിരിഞ്ഞു. അവൾ ഏലിയാമ്മയെ സമീപിച്ചു. ചുരിദാർ മീരയ്ക്ക് വേണ്ടിയാ? അതെ. മീരയെ അറിയുമോ? കൊള്ളാം. അവൾ ചിരിച്ചു. മീര എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അവളുടെ ചുരിദാർ ഞാൻ സെലക്ട് ചെയ്യാം. അവൾ കൊള്ളാവുന്ന ഒരു ചുരിദാർ തെരഞ്ഞെടുത്തു. ഇത് മീരയുടെ കളറിന് ചേരും. ഏലിയാമ്മ ബില്ല് പേ ചെയ്തു. ഞാൻ മീരയുടെ വീട്ടിലേക്കാ. ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അതിനെന്താ? ഏലിയാമ്മ ചിരിച്ചു. എന്റെ പണി അത്രയും കുറഞ്ഞു. ഇനി മീരയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന്റെ വായിലിരിക്കുന്നത് എനിക്ക് കേൾക്കണ്ടല്ലോ. മാഡത്തിന്റെ പേരെന്താ? ഏലിയാമ്മ. എന്നാ മാഡം വെക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരി. ഏലിയാമ്മ യാത്ര പറഞ്ഞു പോയി. ഗൂഢമായ ഒരു ചിരിയോടെ പെൺകുട്ടി ചുരിദാറുമായി പുറത്തേക്കിറങ്ങി. അവൾ മുടി അലസമായി പാറി പറത്തിക്കൊണ്ട് തന്റെ സ്കൂട്ടറിന് നേരെ നടന്നു. കോഫി കളറിലുള്ള സ്കൂട്ടർ. തൂമന്ദഹാസത്തോടെ അവൾ സ്കൂട്ടറിൽ കയറി. അത് മഞ്ഞയായിരുന്നു. സ്കൂട്ടർ നഗരത്തിലൂടെ പാഞ്ഞു. നരസിംഹന്റെ വാടക വീടിന് മുന്നിൽ അവൾ വണ്ടി നിർത്തി. അവൾ സിറ്റ് ഔട്ടിൽ കയറി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ഒരു പെൺകുട്ടി വാതിൽ തുറന്നു. മെല്ലിച്ച ശരീരപ്രകൃതിയുള്ള ഒരു പെൺകുട്ടി. വെളുത്ത നിറം, ആരും ഇഷ്ടപ്പെടുന്ന മുഖം. സദാ ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ട്. ആരാ? അവൾ ചോദിച്ചു. ഏലിയാമ്മ. കുട്ടിയുടെ ഏട്ടന്റെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആണ്. വരൂ. മീരയല്ലേ? അതെ. മന്യ അകത്തേക്ക് കയറി. ഇരിക്കൂ. മീര പറഞ്ഞു. മന്യ ഇരുന്നു. അവൾ കയ്യിലെ പൊതി മീരയുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, നരസിംഹൻ സാർ പറഞ്ഞിട്ട് വാങ്ങിയതാ. ചുരിദാർ? അതെ. മീര താല്പര്യത്തോടെ കവർ തുറന്ന് ചുരിദാർ വെളിയിലെടുത്തു. എന്റെ സെലക്ഷനാണ്. സങ്കോചം നടിച്ചുകൊണ്ട്. മീരയ്ക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പോലീസുകാർക്ക് സൗന്ദര്യബോധം അല്പം കുറവാണ്. മീര ചുരിദാർ തിരിച്ചു മറിച്ചു നോക്കി. എനിക്കിഷ്ടപ്പെട്ടു. മീരയുടെ മുഖത്ത് സംതൃപ്തി. ഹാവൂ, രക്ഷപ്പെട്ടു. മന്യ ചിരിച്ചു. ചേച്ചിക്ക് ചായ എടുക്കാം, മീര പറഞ്ഞു. അമ്മയുടെ? ഹോസ്പിറ്റലിൽ പോയി, ചെറിയ പനി. മീര കിച്ചണിലേക്ക് നടന്നു. മന്യ പിന്നാലെ ചെന്നു. മീരയെ ഞാനും സഹായിക്കാം. ചായ എടുക്കാനോ? അതിലെന്ത് സഹായിക്കാൻ? ഒരു കോപ്പറേഷൻ. മന്യ ചിരിച്ചു. മീര ചായ എടുക്കുന്നതിനിടയിൽ മന്യ സംസാരിച്ചുകൊണ്ടിരുന്നു.
മഞ്ഞയുടെ പ്രകൃതം മീരയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവൾ പറഞ്ഞു, ചേച്ചി പോലീസുകാരിയാണെന്ന് പറയുകയില്ല, പിന്നെ കള്ളിയാണെന്ന് പറയുമോ? അത് പറയും, ചെറിയ ലുക്കുണ്ട്. ചതിക്കല്ലേ മീര. മഞ്ഞ ചിരിച്ചു. ഏറെ നേരം അവിടെ സംസാരിച്ചിരുന്നിട്ടാണ് മഞ്ഞ പോയത്. അന്ന് വൈകിട്ട് നരസിംഹൻ വന്നപ്പോൾ മീര പറഞ്ഞു, ആ ഏലിയാമ്മ ചേച്ചി എന്ത് പാവമാ. ഉം നല്ല സംസാരം, നല്ല പെരുമാറ്റം. നരസിംഹൻ ചിരിച്ചു. അയാൾ പറഞ്ഞു, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ടൈപ്പാ. ഏലിയാമ്മ ജോലിക്കാര്യത്തിലായാലും എന്ത് കാര്യത്തിലായും നയാ പൈസയുടെ കാപട്യം കാണിക്കില്ല. കല്യാണം കഴിച്ചതാണോ? ഉവ്. കണ്ടാ തോന്നില്ല, ഒരു 21 വയസ്സ് കൂടുതൽ കാണില്ല അല്ലേ? ആര് പറഞ്ഞു? അവൾക്ക് 35 വയസ്സുണ്ട്. ഞാൻ വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണമെന്ന് ആര് പറഞ്ഞു? നരസിംഹൻ പത്രത്തിലേക്ക് മുഖം തിരിച്ചു. 3 ദിവസം കഴിഞ്ഞു. രാവിലെ 11 മണി നേരം. കോളിംഗ് ബെല്ലിന്റെ സ്വരം കേട്ടാണ് മീര ചെന്ന് വാതിൽ തുറന്നത്. മന്യ. ഹായ്, ഏലിയാമ്മ ചേച്ചിയോ? വരൂ. മന്യ അകത്തേക്ക് കയറി. നരസിംഹന്റെ അമ്മ ഭാർഗിയമ്മ അവിടേക്ക് വന്നു. നരസിംഹ സാറിന്റെ അമ്മയല്ലേ? അതെ. മന്യ ഭാർഗവമ്മയുടെ കാലിൽ തൊട്ട് വന്ദിച്ചു. ഭാർഗവമ്മയുടെ മുഖത്ത് ഒരു പ്രസാദം തെളിഞ്ഞു. അവളെ പരിചയപ്പെടുത്തിക്കൊണ്ട് മീര പറഞ്ഞു, ഏട്ടന്റെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആണ്. ഓ. ഭാർഗവമ്മയുടെ മുഖത്ത് അത്ഭുതം. കുട്ടിയെ കണ്ട പോലീസുകാരിയാണെന്ന് പറയില്ല. എന്താ പേര്? ഏലിയാമ്മ. മീര വേഗത്തിൽ ചായ കൊണ്ടുവന്നു. ചായ കുടിക്കുന്നതിനിടയിൽ മഞ്ഞ പറഞ്ഞു, എനിക്ക് ഇത്തിരി ധൃതിയുണ്ട്. അവൾ വാച്ചിൽ നോക്കിയിട്ട് തുടർന്നു, ഞാൻ ചെല്ലുന്നത് നോക്കി നരസിംഹ സാർ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയാണ്. മീരയുടെ കുറച്ച് ഓർണമെന്റ്സ് മേടിച്ചുകൊണ്ട് ചെല്ലാൻ എന്നെ പറഞ്ഞയച്ചതാ. ആഭരണങ്ങളോ? ഭാർഗവിയമ്മ. അതെ. മഞ്ഞ തുടർന്നു, 10 പവൻ വേണമെന്ന് സാറ് പറഞ്ഞു. ഇപ്പോഴെന്താ ആവശ്യം? പണയം വെക്കാനാണെന്ന് തോന്നുന്നു. സാർ ഏതോ പുതിയ വീടെന്ന് കണ്ടിരിക്കുന്നു. അഡ്വാൻസ് കൊടുക്കണമത്രേ. അതിന് ബാങ്കിൽ പണം കിടപ്പുണ്ടല്ലോ. അക്കൗണ്ടിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്ന കേട്ടു. എന്ത് പ്രോബ്ലം? എനിക്കറിയില്ല. മന്യ അസ്വസ്ഥത നടിച്ചു. അമ്മ വേണമെങ്കിൽ സ്റ്റേഷനിലോട്ട് വിളിച്ച് ചോദിക്ക. എന്താ വിഷയമെന്ന് എനിക്ക് ശരിക്കറിയില്ല. മന്യ തന്നെ ഫോണിൽ നമ്പർ ഡയൽ ചെയ്തു. പെട്ടെന്ന് മീര വിലക്കി. അതിന്റെ ആവശ്യമൊന്നുമില്ല. മന്യ റിസീവർ ക്രാഡിലിൽ വെച്ചു. മീര അകത്ത് പോയി ചെറിയൊരു പൊതിയുമായി വന്നു. ഇതാ. ശരി. മന്യ എഴുന്നേറ്റു. ഞാൻ വേഗം ചെല്ലട്ടെ. മീര തലകുലുക്കി. മഞ്ഞ പുറത്തേക്ക് നടന്നു. അന്ന് വൈകിട്ട് നരസിംഹം വന്നപ്പോ ആകെ ബഹളമായി. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ഏലിയമ്മ വന്ന് സ്വർണം വാങ്ങിയെന്നോ? ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ? ഭാർഗവമ്മ അമ്പരന്നു. ഞാൻ ഏലിയമ്മയോട് ചോദിക്കട്ടെ. നരസിംഹൻ ഏലിയമ്മയ്ക്ക് ഫോൺ ചെയ്തു. ഏലിയമ്മ കൈമലർത്തി. അവർ വേഗം വീട്ടിലേക്ക് വരാൻ നരസിംഹൻ ആവശ്യപ്പെട്ടു. ഏലിയമ്മ നരസിംഹന്റെ വീട്ടിൽ വന്നു. യഥാർത്ഥ ഏലിയമ്മയെ കണ്ട് മീര ഞെട്ടി. അവൾ പറഞ്ഞു, ഈ ചേച്ചിയല്ല സ്വർണം വാങ്ങിക്കൊണ്ടു പോയത്. പിന്നാര്? കഴിഞ്ഞ ദിവസം ചുരിദാർ കൊണ്ടുവന്ന ചേച്ചി. നരസിംഹൻ കണ്ണു മിഴിച്ചു. അയാൾ ഏലിയമ്മയെ നോക്കി. ഏലിയമ്മ ചുരിദാർ സംഭവം പറഞ്ഞു. അതോടെ നരസിംഹന് കാര്യം മനസ്സിലായി. തന്നെ അവൾ വിദഗ്ധമായി കബളിപ്പിച്ചിരിക്കുന്നു. നരസിംഹൻ ഏലിയമ്മയോട് ചോദിച്ചു, അവളുടെ പേര് പറഞ്ഞോ? ഞാൻ ഓർക്കുന്നില്ല സർ. മീരയുടെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചു. ഒരു ചുരിദാറിന്റെ കാര്യത്തിൽ ആരാ കള്ളത്തരം കാണിക്കുന്നത്? ചുരിദാറിലല്ല കള്ളത്തരം കാട്ടിയിരിക്കുന്നത്. ചുരിദാറിന്റെ പേരിൽ അടുപ്പമുണ്ടാക്കി അവൾ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. ആ ഭയങ്കര ആരാണ്? ആരാണവൾ? നരസിംഹന്റെ മനസ്സിൽ മന്യയുടെ മുഖം തെളിഞ്ഞു. അവളല്ലാതെ മറ്റാരും ഇത് ചെയ്യില്ല. ഏലിയമ്മ വിഷമിച്ചു നിൽക്കുകയാണ്. അതിലേറെ വിഷമം ഭാർഗവമ്മയ്ക്ക്. മീരയും വ്യസനിച്ചു നിന്നു. തീക്കട്ടയിലാണ് ഉറുമ്പരിച്ചിരിക്കുന്നത്. നരസിംഹൻ ഏലിയാമ്മയുടെ നേരെ തിരിഞ്ഞു. അവൾക്ക് എന്ത് പ്രായം വരും? ഏറിയ 21. അവളുടെ അടയാളം ഒന്ന് പറഞ്ഞേ. ഏലിയാമ്മ ഓർമ്മയിൽ നിന്ന് ചില അടയാളങ്ങൾ പറഞ്ഞു. ആ അടയാളങ്ങളൊക്കെ മഞ്ഞയ്ക്ക് യോജിക്കും. നരസിംഹൻ ചിന്താഭാരത്തോടെ ഉലാത്തി. കുറെ നേരം കഴിഞ്ഞപ്പോൾ ഏലിയാമ്മയെ പറഞ്ഞയച്ചു. നരസിംഹൻ. രാത്രിയായി. നരസിംഹൻ മുറിയിൽ വിശ്രമിക്കുകയാണ്. അയാൾ അത്താഴം കഴിച്ചില്ല. മനസ്സിൽ അപമാന ചിന്ത, നാണക്കേട്. 10 പവന്റെ വിലയല്ല പ്രശ്നം. താൻ കബളിപ്പിക്കപ്പെട്ടതിന്റെ നാണക്കേടാണ്. ഇത് മറ്റാരോടും പറയാനാവില്ല. പറഞ്ഞാൽ കേൾക്കുന്നവരൊക്കെ തന്നെ പരിഹസിക്കും. നരസിംഹൻ മിഴികളടച്ച് മൗനത്തോടെ കിടക്കെ ടെലിഫോൺ ബെല്ലടിച്ചു. നരസിംഹൻ എഴുന്നേറ്റ് ചെന്ന് റിസീവർ എടുത്തു. യെസ്, CI. ഹലോ ഡിയർ. നരസിംഹൻ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. അവളുടെ സ്വരം നരസിംഹന് പരിചയമായി കഴിഞ്ഞിരുന്നു.
എന്താ സർ മൗനം? അവൾ ചോദിച്ചു. നരസിംഹൻ മിണ്ടിയില്ല. അവൾ വല്ലാത്ത സ്വരത്തിൽ ചിരിച്ചു. ഞാൻ 10 പവനെ ചോദിച്ചുള്ളൂ. മീരയുടെ ശരീരത്തിൽ അത്രയുമേ കണ്ടുള്ളൂ. അതിൽ കൂടുതൽ ചോദിച്ച് വെറുതെ എന്തിനാ സംശയം വരുത്തുന്നത്? എടീ, അപ്പോ സാറിന് നാവുണ്ട്. നിന്നെ ഞാൻ വിടില്ലടി. വെറുതെ പുലഭ്യം പറയാതെ ചെക്ക. അവൾ കുട്ടികളെ ശാസിക്കുന്നത് പോലെ അങ്ങനെ പറഞ്ഞിട്ട് തുടർന്നു. ചെക്കൻ്റെ എന്നാ കാപ്പിച്ച എനിക്ക് വേണ്ടട്ടോ. അടിച്ചു മാറ്റുന്നെങ്കിൽ ലക്ഷങ്ങളാവണം. അതിൽ കുറഞ്ഞ ഒന്നും മഞ്ഞ സ്വീകരിക്കില്ല. നിന്റെ പേര് മഞ്ഞെന്ന് തന്നെയാണോ? തൽക്കാലം മഞ്ഞ. സത്യത്തിൽ നീ ആരാണ്? ആരെങ്കിലും ആകട്ടെ, അവൾ തുടർന്നു. ഞാനൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നതാണ്. ഏമാന്റെ സ്വർണം നാളെ കൊറിയറിൽ വീട്ടിലെത്തും. നീ തമാശ കളിക്കുകയാണോ? ബായ്. മന്യ ഫോൺ വെച്ചിരുന്നു. അല്പനേരം റിസീവർ കയ്യിൽ വെച്ചുകൊണ്ട് നരസിംഹൻ നിശബ്ദം നിന്നു. പിറ്റേ ദിവസം രാവിലെ 11 മണിയായപ്പോൾ മീരയുടെ പേരിൽ ആഭരണങ്ങൾ കൊറിയറിൽ വന്നു. അതിലെ ഫ്രം അഡ്രസ് ഇങ്ങനെയായിരുന്നു: താര, ഹൗസ് നമ്പർ 18, കിങ് സ്ട്രീറ്റ്, ആലപ്പുഴ. മീര അപ്പൊ തന്നെ നരസിംഹനെ വിളിച്ച് കൊറിയർ വന്ന കാര്യം അറിയിച്ചു. അതിലെ മേൽവിലാസവും പറഞ്ഞു. എന്നാൽ നരസിംഹൻ വിലാസത്തിൽ അന്വേഷിക്കാൻ പോയില്ല. ആ വിലാസം കള്ളത്തരമായിരിക്കുമെന്ന് അയാൾക്ക് തീർച്ചയുണ്ട്. നരസിംഹന് സത്യത്തിൽ ഇപ്പോൾ കൗതുകമാണ് തോന്നുന്നത്. അവൾ ആരാണ്? അവളുടെ ശരിയായ പേരെന്താണ്? ഏറെ ഇഷ്ടം തോന്നുന്ന അവളുടെ മുഖവും സ്വരവും അയാളുടെ മനസ്സിനെ കീഴടക്കിയതുപോലെ. നരസിംഹൻ നടുക്കത്തോടെ ഓർത്തുപോയി. തനിക്കിപ്പോ അവളോട് തോന്നുന്ന വികാരം എന്താണ്? ആ വികാരത്തിന് ഒരു നൈർമല്യമില്ലേ? തരളിതമില്ലേ? നരസിംഹൻ പുഞ്ചിരിയോടെ കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. 2 ദിവസങ്ങൾക്ക് ശേഷം രംഭ മെഡിക്കൽസിലേക്ക് പത്മൻ കയറി ചെന്നു. പത്മന്റെ ഒരു പഴയ സുഹൃത്ത് രംഭ മെഡിക്കൽസിന്റെ ഉടമ ബാലചന്ദ്രൻ. പത്മൻ ചെറിയ തണ്ണിയിലാണ് അവിടെ കയറി ചെന്നത്. പഴയ ലോഹ്യത്തിൽ 2 എണ്ണം അടിക്കാനുള്ള കാശ് ബാലചന്ദ്രന്റെ കയ്യിൽ നിന്ന് ഒപ്പിക്കണം. പോക്കറ്റ് കാലിയാണ്. പത്മനെ കണ്ടപ്പോ തന്നെ ബാലചന്ദ്രൻ മുഖം ചുളിച്ചു. എന്തിനാണ് അയാളുടെ വരവെന്ന് ബാലചന്ദ്രൻ അറിയാം. ആഴ്ചയിൽ ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുന്ന സ്ഥാപനമാണ് രംഭ മെഡിക്കൽസ്. ബാലചന്ദ്രന്റെ കൗണ്ടറിൽ ചെന്ന് പത്മൻ അടക്കം പറഞ്ഞു. ഒരു 100 റുപ്പീസ് കൊടുക്ക്. എന്റെ കയ്യിൽ കാശില്ല. കൊടുക്കിഷ്ടാ. പത്മൻ താടി ചൊറിഞ്ഞു. രാവിലെ 2 എണ്ണം വീശില്ലെങ്കിൽ മൂടാകില്ല. താനൊന്ന് കനിഞ്ഞേ. എന്റെ കൈ കാശില്ലെന്ന് പറഞ്ഞില്ലേ? ബാലചന്ദ്രൻ ചൂടായി. ഇപ്പൊ മുഖ്യമന്ത്രി വിളിച്ചതേ ഉള്ളൂ. കോട്ടയം ഉപതെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ സംഭാവന കൊടുക്കണമെന്ന്. ഇപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി അയക്കും. ഞാൻ ഈ കാശൊക്കെ എവിടെ പോയി ഉണ്ടാക്കാനാ? ആ ഡ്രഗിന്റെ കേസ് കിടക്കുന്നത് കൊണ്ട് കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഈ സമയത്ത് എന്നെ ഉപദ്രവിക്കാതെ പത്മം പോ. ബാലചന്ദ്രന് ഒരു ഡ്രഗ് കേസ് ഉണ്ട്. രംഭ മെഡിക്കൽസിൽ നിന്നും മയക്കുമരുന്ന് ഒരിക്കൽ പിടിച്ചിരുന്നു. പത്മൻ വിഷമിച്ചു നിന്നു. രക്ഷയില്ല. ബാലചന്ദ്രൻ പൈസ തരുന്ന ലക്ഷണം കാണുന്നില്ല. ഇന്നത്തെ ലാർജടി നടക്കാൻ പോകുന്നില്ല. പത്മൻ നിരാശയോടെ പിന്തിരിഞ്ഞപ്പോൾ മെഡിക്കൽസിന്റെ വാതിൽക്കൽ ഒരു കാർ വന്നു നിൽക്കുന്നത് കണ്ടു. കാറിൽ നിന്ന് മന്യ പുറത്തേക്ക് ഇറങ്ങി. അവൾ മെഡിക്കൽസിലേക്ക് നടന്നു കയറി. പത്മനെ കണ്ടപ്പോ മന്യ ഒന്ന് പകച്ചു. അവൾ വിളറി ഒരു ചിരി പൊഴിച്ചു. പത്മൻ അവളെ ഗൗനിക്കാത്ത മട്ടിൽ നിന്നു. പതർച്ച മാറ്റി മന്യ ബാലചന്ദ്രൻ മുന്നിലേക്ക് ചെന്നു. ഞാൻ റീത്ത, അവൾ പറഞ്ഞു. ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ഇരിക്കൂ, ബാലചന്ദ്രൻ പറഞ്ഞു. മന്യ ഇരുന്നു. അവൾ പത്മനെ പാളി നോക്കി. പത്മൻ നിർവികാരത നടിച്ചു നിന്നു. ചായ പറയാം? വേണ്ട, ധൃതിയുണ്ട്. ചീഫ് മിനിസ്റ്റർ ടിവിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. ശരി. ബാലചന്ദ്രൻ കസേരയ്ക്ക് താഴെ വെച്ചിരുന്ന സൂട്ട് കേസ് എടുത്ത് മന്യയുടെ മുന്നിലേക്ക് വെച്ചു. 5 ലക്ഷം. താങ്ക് യു. മന്യ സൂട്ട് കേസ് എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു. ഇത്ര കിണ്ണം ചരക്കാണോ ചീഫ് മിനിസ്റ്ററുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി? ബാലചന്ദ്രൻ പെറുപെറുത്തു. മന്യ കാറിൽ കയറാൻ ഒരുങ്ങവേ പിന്നിൽ നിന്ന് പത്മ വിളിച്ചു. 400 ബീസ്. മന്യ വിളറിയ ചിരിയോടെ തിരിഞ്ഞു നോക്കി. പത്മൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ നക്കിയുടെ പണം നീ കൊണ്ടുപോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 2 രാജിനുള്ളത് തന്നേച്ചു പോ. മന്യ 1000ന്റെ ഒരു നോട്ട് പത്മന്റെ കൈവെള്ളയിൽ അടിച്ചു വെച്ചു. മതിയോ? സലാം 400 ബീസ്. പത്മൻ തിരിഞ്ഞു നടന്നു. SP-യുടെ മുറി. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ കൂടിയിട്ടുണ്ട്. ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും. കഴിഞ്ഞ കുറെ മാസങ്ങളായി ഈ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചെറിയ തരം തട്ടിപ്പുകളല്ല, ലക്ഷങ്ങളുടെ തട്ടിപ്പുകൾ. SP സത്യൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഉലാത്തി.
അയാൾ തുടർന്നു. തേവലക്കാട് ഇളയ തമ്പുരാന്റെ മകൾ കീർത്തനയുടെ രത്നമോതിരം അതിവിദഗ്ധമായി തട്ടിയെടുത്തതാണ് അവളുടെ പേരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ കബളിപ്പിക്കൽ നാടകം. തുടർന്ന് ടൗണിൽ ഒരു വീട്ടമ്മയിൽ നിന്ന് തട്ടിയെടുത്ത 50 പവൻ, PNT ഉദ്യോഗസ്ഥനായ അരവിന്ദന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത 6 ലക്ഷം രൂപ, ഒരു കോളേജ് പ്രൊഫസറുടെ മകൾക്ക് അമേരിക്കയിൽ ഉപരിപഠനത്തിന് സീറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞു വാങ്ങിയ 3 ലക്ഷം രൂപ, ഇങ്ങനെ പല തട്ടിപ്പുകൾ. രംഭ മെഡിക്കൽസിൽ നിന്ന് തട്ടിയ 5 ലക്ഷം. DYSP മോഹൻദാസ് ഓർമ്മിപ്പിച്ചു. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സത്യൻ തുടർന്നു. ആ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ട ചീഫ് മിനിസ്റ്റർ പുലുവാല് പിടിക്കും. ഇലക്ഷൻ ഫണ്ടിലേക്ക് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ട പണമല്ലേ. CM-ന്റെ ശരിക്കുമുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി മെഡിക്കൽസിൽ എത്തും മുമ്പേ അവൾ പണം കൈപ്പറ്റി കടന്നു കളഞ്ഞു. മോഹൻദാസ് മന്ദഹസിച്ചു. അവൾ പല പേരുകളിലാണ് തട്ടിപ്പ് നടത്തുന്നത്. ചില സ്ഥലങ്ങളിൽ മന്യ എന്ന് വെളിപ്പെടുത്തും, ചിലപ്പോ റീത്ത, മെർലിൻ, സുകുമാരി. അവളുടെ യഥാർത്ഥ പേരെന്താണെന്ന് നമുക്കറിയില്ല. SP സത്യൻ കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ വിരലുകൾ പായിച്ചു. കമ്പ്യൂട്ടറിൽ മന്യയുടെ ചിത്രം തെളിഞ്ഞു. തട്ടിപ്പിന് ഇരയായവർ തന്ന സൂചന അനുസരിച്ച് നമ്മൾ തയ്യാറാക്കിയ കമ്പ്യൂട്ടർ ചിത്രമാണിത്. ചിലപ്പോ അവളുമായി വിദൂര സാദൃശ്യം മാത്രമേ ഈ ചിത്രത്തിനുണ്ടാവൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത് വിലപ്പെട്ടതാണ്. CI നരസിംഹൻ കമ്പ്യൂട്ടർ ചിത്രം ശ്രദ്ധിച്ചു. മന്യയുടെ യഥാർത്ഥ രൂപം തന്നെ. പക്ഷെ അയാൾ അഭിപ്രായമൊന്നും പറയാൻ പോയില്ല. സത്യൻ തുടർന്നു. ഇനിയൊരു തട്ടിപ്പ് ഇവൾ നടത്തരുത്. ഇവളെ എത്രയും വേഗം നമുക്ക് പിടികൂടാൻ കഴിയണം. ഇല്ലെങ്കിൽ ഈ ജില്ലയിലെ പോലീസ് ഫോഴ്സിന് മൊത്തം നാണക്കേടാണ്. കോൺഫറൻസ് അവസാനിച്ചു. പിറ്റേന്ന് ജില്ല മുഴുവൻ വാണ്ടഡ് പോസ്റ്റർ നിറഞ്ഞു. മന്യയുടെ കളർ ചിത്രത്തോടെ പുറത്തിറക്കിയ പോസ്റ്റർ, വാണ്ടഡ്. ഈ പെൺകുട്ടിയെ പറ്റി എന്തെങ്കിലും വിവരം അറിയാവുന്നവർ താഴെ പറയുന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. അടിയിൽ പോലീസിന്റെ ഫോൺ നമ്പർ. ടെലിവിഷനിൽ ആ വാർത്ത വന്നു, പത്രങ്ങളിൽ വന്നു. നഗരത്തിൽ മന്യ ഒരു ചർച്ചാ വിഷയമായി മാറി. അവളുടെ തട്ടിപ്പുകൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരുന്നു. പത്മന്റെ കലാരൂപം പത്രത്തിലും വന്നു. പക്ഷേ പത്മനല്ല റിപ്പോർട്ടർ, മറ്റേതോ ചെറുപ്പക്കാരൻ. നഗരത്തിലെ മാർബിൾ വ്യാപാരിയാണ് കിഷൻലാൽ. അന്ന് രാവിലെ 10 മണിയോടെ കിഷൻലാലിന്റെ മാർബിൾ ശാലയിലേക്ക് ഒരു മാരുതി കാർ വന്നു നിന്നു. കാറിൽ നിന്ന് ഒരു ചെറുപ്പക്കാരി പുറത്തേക്ക് ഇറങ്ങുന്നത് കിഷൻലാൽ കണ്ടു. ജീൻസും ടീഷർട്ടും വേഷം, ക്രോപ്പ് ചെയ്ത മുടി. ടീഷർട്ടിന്റെ മുകളിലായി മാറിടത്തിന്റെ ഒത്ത നടുവിന്റെ വിടവിൽ കൂളിംഗ് ഗ്ലാസ് ഹുക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. അവൾ കിഷൻലാലിന്റെ ചെറിയ ഓഫീസ് മുറിയിലേക്ക് കയറി. കിഷൻലാൽ അവളെ മന്ദഹാസത്തോടെ സ്വീകരിച്ചു. ഇരിക്കൂ. താങ്ക്സ്. മന്യ ഇരുന്നു. അവൾ മേശയിലേക്ക് കൈയൂന്നി കിഷൻലാലിന് മാറിടം കൂടുതൽ കാണത്തക്ക വിധം ഇരുന്നു. കിഷൻലാൽ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. കിഷൻലാൽ അല്ലേ? അവൾ ചോദിച്ചു. അതെ, ഞാൻ ഷക്കീല. ഒന്ന് ചിരിച്ചിട്ട് അവൾ പറഞ്ഞു. നമ്മുടെ മാദക നടി ഷക്കീലയല്ല, അവളുടെ ബന്ധുക്കാരിയല്ല, മുഹമ്മദ് റാവുത്തറുടെ മകൾ ഷക്കീല. മാദക നടി ഷക്കീല പോലെയാണെന്ന് പറയാൻ കിഷൻലാലിന് തോന്നിയതാണ്, പറഞ്ഞില്ല. അയാൾ ചോദിച്ചു, ഏത് മുഹമ്മദ് റാവുത്തർ? റാവുത്തർ ഫർണിച്ചർ ഷോപ്പിന്റെ ഉടമ. ഓ, മനസ്സിലായി. റാവുത്തർ ഫർണിച്ചർ ഷോപ്പ് നഗരത്തിലെ പ്രസിദ്ധമായ സ്ഥാപനമാണ്. എന്താ വിശേഷിച്ച? കിഷൻലാൽ ചോദിച്ചു. ടൗണിൽ പുതിയൊരു ബിൽഡിംഗ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. അതിനുവേണ്ടി കുറച്ച് മാർബിൾ ജയ്പൂരിൽ നിന്ന് വരുത്തിയിട്ടുണ്ട്. പക്ഷെ ബിൽഡിംഗ് പണിയാൻ ഉദ്ദേശിച്ചിരുന്ന സ്ഥലത്തെ പറ്റി മുനിസിപ്പാലിറ്റിയുമായി ഒരു തർക്കം. അതുകൊണ്ട് തൽക്കാലം ബിൽഡിങ്ങിന്റെ പണി ഉപേക്ഷിച്ചു. മാരടങ്ങൾ ഒന്ന് ഇളക്കിക്കൊണ്ട് അവൾ തുടർന്നു. മാർബിൾ തൽക്കാലം സ്റ്റോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. ബിസിനസ് അല്ലേ, മാന്യമായ വില കിട്ടുമെങ്കിൽ ചരക്ക് കിഷൻലാലിന് വിറ്റാ കൊള്ളാമെന്നുണ്ട്. അതിനെന്താ, നോക്കാം. ഞാൻ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ട്. മന്യ 2 ചെറിയ പീസ് മാർബിൾ മേശപ്പുറത്ത് വെച്ചു. കിഷൻലാൽ അതിന്റെ ക്വാളിറ്റി പരിശോധിച്ചു. അയാൾ ചോദിച്ചു, എത്രയുണ്ട്? 2 ലോഡ്. സ്ക്വയർ ഫീറ്റ്? 5400. കിഷൻലാൽ മാർബിൾ വിശദമായി പരിശോധിച്ചു ചോദിച്ചു, എത്ര പ്രതീക്ഷിക്കുന്നു? ബിൽ എമൗണ്ടും ട്രാൻസ്പോർട്ടിംഗ് ചാർജും കിട്ടിയാൽ മതി. എത്രയുണ്ട്? 4 ലക്ഷത്തിനടുത്ത് വരും. കിഷൻലാൽ കണക്ക് കൂട്ടി പറഞ്ഞു. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് 80-ന് മുകളിൽ വരുന്നുണ്ട്. ഉവ്വ്, അതിനുള്ള ക്വാളിറ്റി ഇല്ല. കിഷൻലാൽ പറഞ്ഞോളൂ, അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഞാനൊരു 70 വെച്ച് കൂട്ടാം. ട്രാൻസ്പോർട്ടിംഗ് അടക്കം 3.25-ന്റെ അടുത്ത്. അത് തീരെ കുറഞ്ഞുപോയി. എങ്കിലും എനിക്ക് മുതലാവൂ. കിഷൻലാൽ പിന്നോട്ട് ചാഞ്ഞു. മാറിടം വൃത്തിയായി കാണത്തക്ക വിധം പ്രദർശിപ്പിച്ചുകൊണ്ട് മഞ്ഞ കേണു.
ഒരു 10 രൂപ കൂടി വെക്ക്. മാറിടത്തിന്റെ വലിപ്പം കിഷൻലാലിനെ വീഴ്ത്തി. ശരി, കൊണ്ടുവാ. ഓക്കെ. അവൾ കിഷൻലാലിനെ നോക്കി. ഒന്ന് ഫോൺ ചെയ്തോട്ടെ? ഓ. കിഷൻലാലിന്റെ ലാൻഡ് ഫോണിൽ അവൾ ഒരു നമ്പർ കറക്കി. ഹലോ, യെസ്, മുരുകൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനി. ഞാൻ റാവുത്തർ ഫർണിച്ചർ ഷോപ്പിൽ നിന്നാണ്. അവള് ചോദിച്ചു. ജയ്പൂരിൽ നിന്ന് ഞങ്ങൾക്ക് 2 ലോഡ് മാർബിൾ വരാനുണ്ടല്ലോ, എന്തായി? ലോഡ് വന്നിട്ടുണ്ട്, കൊണ്ടുവരികയാണ് അവിടേക്ക്. അത് വീട്ടിൽ കൊണ്ടുവരണ്ട. ടൗണിലെ മേനക മാർബിൾസ് അറിയാമല്ലോ, കിഷൻലാലിന്റെ മാർബിൾ ഷോപ്പ്. അറിയാം. ലോഡ് അവിടെ കൊണ്ടുവന്ന് വെച്ചാ മതി. ശരി. മന്യ ഫോൺ വെച്ചു. ലോഡ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്യ എഴുന്നേറ്റു. അരമണിക്കൂറിനുള്ളിൽ ലോഡ് ഇവിടെ എത്തും. അത് അൺലോഡ് ചെയ്തോ, ഞാൻ അപ്പോഴേക്കും വരാം. ക്യാഷ് റെഡിയാക്കി വെച്ചേക്ക്. മന്യ നടന്നു ചെന്ന് കാറിൽ കയറി. ആ കാർ റാവുത്തർ ഫർണിച്ചർ ഷോപ്പിന്റെ മുന്നിൽ ചെന്ന് നിന്നു. വലിയ ഫർണിച്ചർ നിർമ്മാണശാലയാണത്. പണിക്കാർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മുഹമ്മദ് റാവുത്തർ അവർക്കിടയിലുണ്ട്. മന്യ അയാളുടെ സമീപത്തേക്ക് നടന്നു ചെന്നു. നമസ്കാരം മുതലാളി. മന്യ കൈകൂപ്പി. അവളുടെ വേഷം മുഹമ്മദ് റാവുത്തർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അയാൾ ചോദിച്ചു, എന്തു വേണം? ഞാൻ വീണ. പേരല്ല, എന്ത് വേണമെന്നാണ് ചോദിച്ചത്. ഞാൻ മുരുകൻ ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്നാ. ഓ. മുഹമ്മദ് റാവുത്തർ മുഖഭാവം തെല്ലൊന്നു മാറ്റി. എന്റെ മാർബിൾ ലോറികൾ ഇന്ന് രാവിലെ വരുമെന്നല്ലേ പറഞ്ഞത്? എന്താ, വന്നോ? വണ്ടികൾ സേലത്ത് അല്പം വൈകി. ഇന്ന് രാത്രി 9 മണിയോടെ നോക്കിയാ മതി. ആ, സാരമില്ല. ചരക്ക് എവിടെയാണ് ഇറക്കേണ്ടത്? ഇവിടെ മതി. ലോഡിന്റെ ബിൽറ്ററി തന്നാൽ ഇത്തിരി വൈകിയാലും മുതലാളിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാതെ ലോഡ് ഇറക്കാമായിരുന്നു. ലോറി വാടക തരാൻ ഏതായാലും ഞാൻ വരണമല്ലോ. മുതലാളിയെ മുരുകൻ സാറിന് വിശ്വാസമാ. ലോറി വാടക മുരുകൻ സാർ പേ ചെയ്തോളും. നാളെ പകൽ സാവധാനത്തിൽ പണം എത്തിച്ചാ മതി. നമ്മളെല്ലാവർക്കും വിശ്വാസമാ. മുഹമ്മദ് റാവുത്തർ ഗർവിൽ ചിരിച്ചു. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.